ഇപ്പോൾ നമ്മൾ പറഞ്ഞത് NHRC ആണ് അല്ലേ, നാഷണൽ ലെവലിലുള്ള കമ്മീഷനാണ്. ഇനി ഇതുപോലെ തന്നെ എന്താണ്, ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് ലെവലിലും കമ്മീഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, SHRC. മറ്റത് NHRC ആയിരുന്നു അല്ലേ, ഇത് SHRC. അപ്പോൾ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓൾ ദി സ്റ്റേറ്റ്സ്. എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ടായിരിക്കും, സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസ് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ ദ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വിച്ച് ഇസ് ഫോംഡ് ഇൻ 1998, 1998 നമ്മുടെ കേരളത്തിൽ ഈ ഒരു സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. Then it consists of a chairman and 2 members. ഇവിടെ എന്താണ്, ടോട്ടൽ നമുക്ക് 3 മെമ്പേഴ്സിനെയാണ് കാണാൻ പറ്റുന്നത്. അതിലൊരാൾ ചെയർമാനാണ്, ചെയർമാനും അതുകൂടാതെ ബാക്കി 2 അംഗങ്ങളും കൂടെ ഈ ഒരു കമ്മീഷനിൽ വരും. അങ്ങനെ ടോട്ടൽ 3 പേരാണ് ഇതിൽ വരിക. Then the functions of this commission is same within the state as that of the NHRC at the national level. അപ്പോൾ നാഷണൽ ലെവലിൽ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയ്യുന്ന ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, നമ്മൾ കണ്ടതാണ്. സോ അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് സ്റ്റേറ്റ് ലെവൽ കമ്മീഷനും ചെയ്യുന്നത്. ഓക്കെ, അതായത് വേറെ ഒന്നുമല്ല, ഈ കമ്മീഷൻസ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ ലെവലിൽ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇവിടെ എന്താണ് സ്റ്റേറ്റ് ലെവലിലാണ് പ്രൊട്ടക്ഷൻ നടക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം, ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ചെയ്യുന്നതൊക്കെ. ഇൻ ഇൻസ്റ്റൻസസ് ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനുഷ്യാവകാശങ്ങൾ എവിടെയെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, വി ക്യാൻ അപ്രോച്ച് ദി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം, നമ്മുടെ കംപ്ലയിൻറ്റ്സ് അവർക്ക് കൊടുക്കാം, പിന്നീട് അവർ ആ കംപ്ലയിൻറ്റ്സിന്മേലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇഫ് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻസ് നമ്മളുടെ അവകാശങ്ങൾക്കുണ്ടായാൽ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രം. ഓക്കെ, 1998 നമ്മുടെ സ്റ്റേറ്റ് ലെവൽ കമ്മീഷനൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. സോ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ മനുഷ്യാവകാശ കമ്മീഷനുകൾ സംസ്ഥാന ലെവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1998 ഡേറ്റുകൾ ഓർത്തിരിക്കുക, നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊടുത്തത് ആ ഒരു ഡേറ്റിലാണ് അല്ലെങ്കിൽ ആ ഒരു ഇയറിലാണ്. ദെൻ ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 പേരാണ് ടോട്ടൽ വരിക. മറ്റേവിടെ നമ്മൾ NHRCയിൽ നമുക്ക് 5 മെമ്പേഴ്സാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡിങ് ദി ചെയർമാൻ. ദെൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ, അതായത് അവർ ചെയ്യുന്ന അതേ ഫങ്ഷൻസ് അത് തന്നെയാണ് ഈ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കമ്മീഷനും ചെയ്യുന്നത്. ഒരേ രീതിയിലാണ് ഫങ്ഷൻസ് വരിക. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, വയലേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, നമുക്ക് സമീപിക്കാം, നമ്മുടെ കംപ്ലയിൻറ്റ്സ് ഒക്കെ കൊടുക്കാം. ഇനി അപ്പോൾ എത്ര നേരം നമ്മൾ പറഞ്ഞത് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ടോട്ടലായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ മനുഷ്യരെന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികളും വരും അല്ലേ, കുട്ടികൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങളുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികളാണല്ലേ, അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ് അല്ലേ, നിങ്ങൾ എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം നിങ്ങൾക്കറിയാം, എന്താണ്? നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ റൈറ്റ് എന്ന് നിങ്ങൾ പറയേണ്ടത് അല്ലേ. സോ അതാണ് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് എപ്പോഴും എന്താണ്, വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവകാശം കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അവകാശമാണ്. അതിന്മേൽ ആരും ഒരു ചോദ്യം ചെയ്യാനും വരാൻ പാടില്ല അല്ലേ, കുട്ടികൾക്കുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ അടുത്ത അവകാശം എന്താണ്? റൈറ്റ് ടു സർവൈവൽ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് സർവൈവ് ചെയ്യുക, ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിനെല്ലാം എന്താ പറയുക, മറികടന്ന് നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള, പൊരുതി ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട് കുട്ടികൾക്ക്. പ്രൊട്ടക്ഷന് അല്ലേ, നിങ്ങൾക്ക് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ വികാസത്തിനുള്ള അവകാശവും നിങ്ങൾക്കുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കേണ്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം തരേണ്ടുന്നത്, മേടിച്ച് തരേണ്ടുന്നത് ഞങ്ങളുടെ വലിയ ആളുകളുടെ ഡ്യൂട്ടിയാണ് ആക്ച്വലി. ഓക്കെ, നിങ്ങളുടെ റൈറ്റ്സ് നിങ്ങൾക്ക് തരേണ്ടത്. ദെൻ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ അഗെയിൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചർ. നിങ്ങൾക്കറിയാം, ഇപ്പം കുട്ടികൾ പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും അല്ലേ, ബാലവേലകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഏത് രീതിയിലുള്ള മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലുള്ള അബ്യൂസസ്, ടോർച്ചേഴ്സ് അല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആവാനും നമുക്ക് കൂടുതൽ കെയർ നിങ്ങൾക്ക് തരാനും ഒക്കെ ഉള്ളൊരു അവകാശം നിങ്ങൾക്കുണ്ട്. എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആവാനുള്ളൊരു
എന്താ പറയുക റൈറ്റ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ്. അതാണ് മൂന്നാമത്തേത്. ദെൻ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ആൻഡ് ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഈ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു അവകാശമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പാർട്ടിസിപ്പേഷനുള്ളൊരു റൈറ്റ് ഉണ്ട്. ദെൻ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികളാണെന്ന് വെച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിലയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒപ്പീനിയൻസ് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ദെൻ റൈറ്റ് ടു മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. നിങ്ങൾക്ക് എന്തുണ്ട്, മിനിമം ലെവലിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ കിട്ടാനും ഫുഡ് കിട്ടാനും നിങ്ങൾക്ക് താമസ സൗകര്യങ്ങൾ കിട്ടാനും ഒക്കെയുള്ള അവകാശങ്ങളും നിങ്ങളിൽ നിക്ഷിപ്തമാണ് അല്ലേ. അത് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ച് മേടിക്കാനുള്ളൊരു റൈറ്റ് നിങ്ങൾക്കുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ചൈൽഡ് റൈറ്റ്സ് നമ്മൾ പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് തന്നെയുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഓക്കെ, RT എന്ന് പറയുന്നൊരു ആക്ട് നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് 2009. അത് പ്രകാരം എന്താണ്, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ എന്താണ് നിർബന്ധമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, കുട്ടികളുടെ അവകാശങ്ങളാണ്. അത് പല രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിജീവന അവകാശം എന്ന് പറയുന്നത്. നമുക്ക് സർവൈവ് ചെയ്യാനുള്ള അവകാശമാണ് അല്ലേ, പ്രധാനമായിട്ടും ജീവിക്കാനുള്ള അവകാശം. ദെൻ മികച്ച പോഷകാഹാരത്തിനുള്ള അവകാശം, വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം, ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് നയിക്കാനുള്ള നിങ്ങളുടെ അവകാശം, തനിമയ്ക്കും ദേശീയതയ്ക്കും ഒക്കെയുള്ള അവകാശം. ഇതൊക്കെയാണ് ഒന്നാമത്തെ കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഉന്നമനാവകാശം എന്ന് പറയുന്നൊരു അവകാശമാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് പഠിക്കണം അല്ലേ. സോ വിദ്യാഭ്യാസത്തിനുള്ളത്, ദെൻ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, സാമൂഹ്യ സുരക്ഷ, നിങ്ങൾക്കുള്ള പരിചരണങ്ങൾ കിട്ടുക, നിങ്ങളുടെ വിശ്രമം, വിനോദം, ദെൻ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശം അല്ലെ, പാർട്ടിസിപ്പേഷനുള്ള കാര്യങ്ങളൊക്കെയാണ് ഉന്നമനാവകാശം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ എന്താണ്, സംരക്ഷണാവകാശം. നിങ്ങൾക്ക് ഏതൊരു കണ്ടീഷൻ വന്നാലും അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആവാനുള്ളൊരു റൈറ്റ് നിങ്ങൾക്കുണ്ട്. റൈറ്റ്. സോ ഈ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അവകാശത്തിൻ്റെ പരിധിയിൽ പ്രധാനമായിട്ടും നമുക്കറിയാം പല രീതിയിലുള്ള ചൂഷണങ്ങളും ഇന്ന് കുട്ടികൾക്കെതിരെ വരുന്നുണ്ട് അല്ലേ. സോ ചൂഷണം, ദെൻ ദുരുപയോഗം, പല രീതിയിൽ അബ്യൂസുകളുണ്ട്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക, അവർ കൊണ്ടുപോയി ഭിക്ഷാടനത്തിന് ഇരുത്തുക അല്ലേ, പിന്നെ പല രീതിയിൽ പീഡനങ്ങളൊക്കെ നമ്മൾ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്. അപ്പം ചൂഷണം, ദുരുപയോഗം, അവഗണന, ദെൻ മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റം കുട്ടികളോടുള്ള, ദെൻ മറ്റ് പ്രത്യേക സാഹചര്യങ്ങളായിട്ടുള്ള യുദ്ധം, ഏതെങ്കിലും രീതിയിലുള്ള യുദ്ധാവസ്ഥകളൊക്കെ വരിക, എമർജൻസി സിറ്റുവേഷൻസ്, അടിയന്തരാവസ്ഥകളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടാൻ, സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. ഇതൊക്കെയാണ് നിങ്ങളുടെ സംരക്ഷണ അവകാശം എന്ന് പറയുന്നത്. ദെൻ പങ്കാളിത്ത അവകാശം, പാർട്ടിസിപ്പേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ആവശ്യമുള്ള അറിവ് അല്ലേ, ഏതെങ്കിലും രീതിയിലുള്ള നോളജ് മറ്റുള്ളവരോട് ചോദിച്ച് അത് നേടിയെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ദെൻ അവരുടെ കാഴ്ചപ്പാടുകളെ വേണ്ട രീതിയിൽ പരിഗണിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഓക്കെ ആണെങ്കിൽ അതിനെ വിലക്കെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ദെൻ മതപരമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുക. മതപരമായിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികളെ നിർബന്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അവരുടേതായ രീതിയിൽ ഫോം ചെയ്തു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട് നമ്മളത് ശ്രമിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ അവകാശങ്ങളിൽ വരുന്നതാണ്. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ അല്ലേ. കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവകാശമാണ്. സോ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞു 2009 വന്നിട്ടുള്ളൊരു നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അതിനെയാണ് നമ്മൾ RTE ആക്ട് എന്ന് പറയുന്നത്, വിച്ച് ഇസ് പാസ്ഡ് ബൈ ദി ഇന്ത്യൻ പാർലമെൻറ്റ്. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ പാസ്സാക്കിയിട്ടുള്ള 2009 വന്നിട്ടുള്ളൊരു ആക്റ്റാണ് RTE ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഇറ്റ് എൻഷുവേഴ്സ് ഫ്രീ ആൻഡ് compulsory education to the children in the age group of 6 to 14 അല്ലേ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 1-ാം ക്ലാസ് മുതൽ ഒരു 10-ാം ക്ലാസ് അല്ലെങ്കിൽ 9-ാം ക്ലാസ് ഒക്കെ വരെ പഠിക്കുന്ന കുട്ടികൾ അല്ലേ. ആ ഒരു റേഞ്ചിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എന്താണ്, ഫ്രീ ആൻഡ് എന്താണ് കമ്പൽസറി എഡ്യൂക്കേഷനാണ്. അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നിർബന്ധിതമായിട്ടുള്ള, സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു RTE ആക്ട് പ്രകാരം നമുക്ക് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ആ ആക്ട് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ ഇത്തരം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ നിർബന്ധിച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അവർക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ, പഠിക്കാനുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ഒക്കെ നമ്മൾ അവർക്ക്
ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത്. ദെൻ ഫേവറബിൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഞാൻ പറഞ്ഞു നമുക്ക് അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം, നല്ല രീതിയിലുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ബേസിക് ഫെസിലിറ്റീസ് ആർ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ, അല്ലേ? അവർക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, അല്ലേ? പഠനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം വരിക? നിങ്ങൾക്ക് ബുക്ക് വേണം, ടെക്സ്റ്റ് വേണം, പെൻ വേണം, പെൻസിൽ വേണം. അപ്പോൾ അങ്ങനെയുള്ള ചില നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുക എന്നുള്ളതും ഒക്കെ ഈ ഒരു ആക്ട് പ്രകാരം വരുന്നതാണ്. ക്ലിയർ? സോ വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പം 2009 നമ്മളുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ്? RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് 2009 നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അപ്പോൾ അതുപ്രകാരം എന്താണ്, 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് എന്താണ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഈ നിയമം പറയുന്നത്. ദെൻ പഠനാനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുട്ടികളുടെ എന്താണ്, അവകാശങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് ആണ്. ക്ലിയർ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇനി നാഷണൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് ദി സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസ്. നമ്മൾ ഓൾറെഡി 2 കമ്മീഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലേ? എന്തൊക്കെയായിരുന്നു അത്? NHRCയും SHRCയും. അതെന്തിനായിരുന്നു? ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ള 2 കമ്മീഷൻസ് ആയിരുന്നു, അല്ലേ? അത് രണ്ടും നമ്മൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെയുള്ള ചില കമ്മീഷൻസ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 2 കമ്മീഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അതായത് നാഷണൽ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും ചൈൽഡ് റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കമ്മീഷൻസ് ആണ്. സോ ഈ കമ്മീഷൻസ് എന്താ ചെയ്യുന്നത്? ദേ പ്രൊട്ടക്ട് ദി റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ ഒരു വയലേഷനും ഇല്ലാതെ അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്മീഷൻസ്. നാഷണൽ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും 2 ലെവലിലും ഉണ്ട് കേട്ടോ. നാഷണൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസും ഉണ്ട്. 2 കമ്മീഷൻസിൻ്റെയും ഫംഗ്ഷൻസ് സെയിം തന്നെയാണ്. പക്ഷേ ഒരാൾ നാഷണൽ ലെവലിലാണ് പ്രവർത്തിക്കുന്നത്, ഒരു കമ്മീഷൻ സ്റ്റേറ്റ് ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ചിൽഡ്രൻസിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. ദെൻ ഇൻ ഇൻസ്റ്റൻസസ് ഓഫ് വയലേഷൻ ഓഫ് ചിൽഡ്രൻസ് റൈറ്റ്, ഏതെങ്കിലും രീതിയിൽ കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, വയലേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, വൺ ക്യാൻ അപ്രോച്ച് ദി ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഫോർ ദി റീഡ്രസൽ ഓഫ് ദി ഗ്രീവൻസസ്, അല്ലേ? അപ്പം അവരുടെ നിയമങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 2 ലെവലിലുള്ള കമ്മീഷൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, കംപ്ലയിൻറ്റ്സ് കൊടുക്കാം, അവർ നമ്മളുടെ അവകാശങ്ങളെ നേടിത്തരിക തന്നെ ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് NCPCR. ഈ ഒരു പിക്ചറിൽ എന്താണത്? ദാറ്റ് ഈസ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, ചൈൽഡ് റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന കമ്മീഷൻ്റെ പേരാണ് NCPCR എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, ഫുൾ ഫോമൊക്കെ ഓർത്തിരിക്കുക അതിൻ്റെ. ഇനി അടുത്തത് നമ്മളെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അല്ലേ? എന്താണ്? കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓർത്തിരിക്കുക. ഓക്കെ, അതാണ്. സോ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നാഷണൽ, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കമ്മീഷനുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. ഓക്കെ, ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷൻ, അതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഓക്കെ, ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലും ബാലാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ, വയലേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, സമീപിക്കാം, പരാതികളൊക്കെ കൊടുക്കാം. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇദ്ദേഹത്തിൻ്റെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, സോ ഹി റിസീവ് ദി നോബൽ പ്രൈസ് ഫോർ പീസ് ഇൻ 2014. 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിങ്ങൾക്കൊരു വേറൊരു പിക്ചറും കൂടെ കാണാം. എന്താണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏതാണ്? ചൈൽഡ് ലേബർ, അല്ലേ? ഈ ബാലവേല എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചൈൽഡ് ലേബറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹീ ഈസ് ദി ഫൗണ്ടർ ഓഫ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷൻ്റെ ഫൗണ്ടർ, അത് സ്ഥാപിച്ചത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. അപ്പം അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം.
ഓക്കെ, ആൻഡ് ദാറ്റ് വർക്ക് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഈ ബാലവേല എന്ന് പറയുന്ന കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചൈൽഡ് ലേബർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഫൗണ്ടേഷനാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, വിച്ച് ഇസ് ഫൗണ്ടഡ് ബൈ കൈലാഷ് സത്യാർത്ഥി. ദെൻ മലാല യൂസഫലി, കേട്ടിട്ടുണ്ടോ പേര്? ഓക്കെ, അതായത് വളരെ ചെറുപ്പമുള്ള പ്രായം അല്ലെ, 17 വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മലാല യൂസഫലി എന്ന് പറയുന്നത് അല്ലേ. റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ പീസ് അറ്റ് ദി ഏജ് ഓഫ് 17. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കുട്ടികളാണ് അല്ലേ, അപ്പം 17 വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്ക്. ദെൻ എന്താണ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് മേടിച്ചിട്ടുള്ളത്. ആൻഡ് ഷീ ഈസ് ഫൈറ്റിംഗ് ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് അല്ലേ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, മലാല യൂസഫലി. ഓക്കെ, ദെൻ അപ്പം നമ്മളിപ്പോൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ദെൻ ചൈൽഡ് റൈറ്റ്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടുന്നൊരു പോയിൻ്റാണ് റൈറ്റ്സ് ഓഫ് വുമൻസ് അല്ലേ, സ്ത്രീകളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ. എന്തൊക്കെയാണ് അവരുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്സ്. ഇപ്പം നമുക്കറിയാം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും വർക്ക് ചെയ്യുന്നവരാണ്, കൂടുതലും സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ് നമ്മളുടേത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതിനനുസരിച്ചിട്ടുള്ള വേതനം നമുക്ക് കിട്ടണം. ഈക്വലായി ഇപ്പം നമ്മൾ സ്ത്രീകളാണെന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടാൻ ഒരു അവസരം ഉണ്ടാകരുത്. ഈക്വൽ ആയിട്ടുള്ളൊരു വേജ് നമുക്ക് കിട്ടണം. ഓക്കെ, സോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്സ്, തുല്യമായിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ തുല്യമായിട്ടുള്ള വേതനം തന്നെ നമുക്ക് കിട്ടണം. അത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട അവകാശമാണ്. ദെൻ ഈക്വൽ സ്റ്റാറ്റസ് ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ്. ഓക്കെ, ഇപ്പം രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാമ്പത്തിക രീതിയിലാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ്, വി ഡിസയേഴ്സ് ഈക്വൽ സ്റ്റാറ്റസ് അല്ലേ. നമുക്ക് തുല്യമായിട്ടുള്ളൊരു പരിഗണന ഏത് രീതിയിൽ ഏത് മേഖലയിലും നമുക്ക് തുല്യമായിട്ടുള്ളൊരു പരിഗണന കിട്ടുക എന്നുള്ളത് നമ്മളുടെ ഒരു അവകാശമാണ്. ഓക്കെ, ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് സ്കോളർഷിപ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ പഠനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ, യൂട്ടിലൈസ് ചെയ്യാനുള്ള അവകാശം നമുക്കും കൂടെ ഉണ്ട്. അല്ല, ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ബോയ്സിന് അല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ള ചില അവകാശങ്ങളല്ല, നമുക്കും അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു യൂട്ടിലൈസേഷൻ റൈറ്റ് നമുക്കും ഉണ്ട് അല്ലേ. അപ്പം അതെന്ന് പറയുന്നതും എന്താണ്, സ്ത്രീകളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നാണ്. ഓക്കെ, സോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്സ്, ഈക്വൽ സ്റ്റാറ്റസ്, എല്ലാ രീതിയിലും ഈക്വൽ സ്റ്റാറ്റസ് കിട്ടുക, ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് ഓൾ ദി ഫെസിലിറ്റീസ്. തുല്യ ജോലിക്ക് തുല്യമായിട്ടുള്ള വേതനം കിട്ടണം. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലയിൽ ഈക്വൽ ആയിട്ടുള്ള പരിഗണന നമുക്ക് കിട്ടണം, തുല്യ പരിഗണന കിട്ടണം. സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ അല്ലേ, നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലും നമുക്ക് എന്ത് വേണം, തുല്യമായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള അവസരം നമുക്ക് കിട്ടണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവകാശങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ഈക്വാലിറ്റി വിത്ത് മെൻ ഇൻ ഓൾ റെസ്പെക്റ്റ് ഈസ് ദി റൈറ്റ് ഓഫ് വുമൻ അല്ലേ. അതായത് നമുക്കറിയാം നമ്മളുടെ രാജ്യത്ത് പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളും ഉണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടർക്കും ഏത് രീതിയിൽ എന്താണ്, ഒരേ രീതിയിൽ ഈക്വാലിറ്റി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇപ്പോൾ സ്ത്രീകളായതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല, സ്ത്രീകളായതുകൊണ്ട് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ ഒരു രീതി നമുക്ക് പറ്റത്തില്ല. എന്ത് വേണം, നമുക്ക് ഈക്വാലിറ്റി വേണം അല്ലേ. പുരുഷന്മാരുടെ അതേ ലെവലിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. Then national and state level women's commissions for the protection of women's right അല്ലേ. നമ്മൾ ചിൽഡ്രൻസിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സ്റ്റേറ്റ് ലെവലിൽ കമ്മീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നാഷണൽ സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, വുമൻ പ്രൊട്ടക്ഷൻ, അവരുടെ വുമൻസ് റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പ്രവർത്തിക്കുന്ന കമ്മീഷൻസ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡ്യൂട്ടീസൊക്കെ ഒന്ന് തന്നെയാണ്, ബട്ട് രണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളൂ. ദെൻ കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ദി ഡിനയൽ ഓഫ് വുമൻസ് റൈറ്റ്, ഏതെങ്കിലും രീതിയിൽ ഈ സ്ത്രീകളുടെ അവകാശങ്ങളിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക വയലേഷൻസ് അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്മീഷൻസ് ഉണ്ടല്ലോ, നാഷണൽ സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസ്, അവർക്ക് കംപ്ലയിൻറ്റുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് അബ്യൂസസ് എഗെയിൻസ്റ്റ് വുമൻ, സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ഔട്ട് ചെയ്ത് കംപ്ലയിൻറ്റ് ചെയ്ത് നമുക്ക് ഇവരുടെ കയ്യിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ കമ്മീഷൻസിൽ നമുക്ക് പരാതിപ്പെടാനായിട്ട് സാധിക്കും. പിന്നീട് അവരതിന് വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എടുക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് ക്യാൻ ബി സബ്മിറ്റഡ് ടു ദി കമ്മീഷൻസ്. സ്റ്റേറ്റ് ലെവലിലും കൊടുക്കാം, നമുക്ക് നാഷണൽ ലെവലിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ക്ലിയർ? സോ എല്ലാ നിലയിലും
എല്ലാ റെസ്പെക്ട്സിലും പുരുഷനും തുല്യമായിട്ടുള്ള പരിഗണന സ്ത്രീയുടെ അവകാശമാണ്, ഈക്വാലിറ്റി. ദെൻ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും ഉണ്ട്. സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ, അവകാശ നിഷേധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ നമുക്ക് എവിടെ കൊടുക്കാം? ഈ 2 കമ്മീഷൻസിലും നമുക്കത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ സം അതർ റൈറ്റ്സ് ഓഫ് വിമൻ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട 3 റൈറ്റ്സ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറേ അവകാശങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് എഗെയിൻസ്റ്റ് ബീങ് സ്റ്റോക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എഗെയിൻസ്റ്റ് ബീങ് സ്റ്റോക്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, സ്ത്രീകൾ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറൊരാൾ നമ്മളെ കുറേ നേരം ഇങ്ങനെ വാച്ച് ചെയ്യുക, നമ്മൾ നന്നായിട്ട് കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പരാതിപ്പെടാം. അങ്ങനെ ചെയ്യാനായിട്ട് ഒരു നിയമത്തിലും പറയുന്നില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താ പറയുക, വോയിസ് റേസ് ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു അവകാശം സ്ത്രീകൾക്കുണ്ട്. റൈറ്റ്. ദെൻ റൈറ്റ് എഗെയിൻസ്റ്റ് വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റൈറ്റ് ആണത്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ സ്ത്രീകളും. അപ്പോൾ ആ വർക്ക് പ്ലേസിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഹറാസ്മെൻറ്റ് നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും നമ്മളെ രീതിയിൽ നമ്മളെ പരിഹസിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം, നമുക്ക് വോയിസ് റേസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഒരു റൈറ്റ് സ്ത്രീകൾക്കുണ്ട്. ദെൻ റൈറ്റ് എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, അതും ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഈ നമ്മുടെ നാട്ടിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അതായത് പുറത്തുനിന്നുള്ള ആളുകൾ തന്നെയല്ല നമ്മൾ ഉപദ്രവിക്കുക, അല്ലേ? നമ്മളെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളുകൾ തന്നെ നമ്മളെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നതും ഇന്ന് നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്, ശരിയല്ലേ? നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ തന്നെ, ചിലപ്പം നമ്മുടെ എന്താ പറയുക, സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ, അമ്മ, അല്ലേ? അല്ലെങ്കിൽ അമ്മാവൻ, അങ്ങനെ നമ്മൾ പരിചയമുള്ള ഏറ്റവും അടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ വരെയും നമ്മളെ എന്ത് ചെയ്യാം, പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡൊമസ്റ്റിക് വയലൻസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലേ, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലയിൻറ്റ് ചെയ്യാം. നമ്മുടെ സ്വന്തം ആളാണെന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് വോയിസ് റേസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള റൈറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അല്ലേ? അപ്പം അതിനുള്ള റൈറ്റും ഉണ്ട്. ദെൻ റൈറ്റ് എഗെയിൻസ്റ്റ് ഡൗറി, നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് സ്ത്രീധനം, അല്ലേ? സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നിരോധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും രണ്ടും നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഡൗറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്കത് ചോദിക്കാനുള്ള ഒരു റൈറ്റ് നമ്മൾ സ്ത്രീകൾക്കുണ്ട്. റൈറ്റ്. ദെൻ റൈറ്റ് നോട്ട് ടു ബി അറസ്റ്റഡ് അറ്റ് നൈറ്റ്, അതായത് ഈ സ്ത്രീകളെ നമ്മൾ ഏതെങ്കിലും ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും രാത്രി സമയത്ത് അവർ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമത്തിന് അനുകൂലമായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, പകൽ സമയത്ത് വിളിക്കുക, ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുക, പക്ഷെ രാത്രിയിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു റൈറ്റും സ്ത്രീകൾക്കുണ്ട്. ദെൻ റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, വേറൊന്നുമല്ല, ഇപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം സ്ത്രീകളാണ് കുറ്റക്കാരെന്ന് വിചാരിക്കുക, അല്ലേ? അവർ നിയമത്തിന് മുന്നിലായി, ഓക്കെ, ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇപ്പോൾ ഒരു പിഴ അടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം പൈസ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വന്നു കഴിയുമ്പം ലീഗലി നമുക്കത് മേടിച്ച് തരും. നമുക്ക് നിയമം തന്നെ അല്ലെങ്കിൽ കോർട്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ്തു തരും. അത് പുരുഷന്മാർക്ക് ഇല്ലാത്തൊരു കാര്യമാണ്, നമുക്ക് മാത്രം കിട്ടുന്ന ഒരു റൈറ്റാണ്. അപ്പം അങ്ങനെ ഇതൊക്കെ എന്താണ്, നോർമലായിട്ട് നമുക്കുള്ള ബേസിക് റൈറ്റ്സ് നിന്ന് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് നേടി തന്നിട്ടുള്ള ചില അവകാശങ്ങളാണ്. ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്, റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവനും. എന്താണ്, നമ്മളുടേതായിട്ടുള്ള ചില അവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ്, ചൈൽഡ് റൈറ്റ്, വുമൻസ് റൈറ്റ് ഒക്കെ. ഇനി നമ്മൾ ഡ്യൂട്ടീസിനെ കുറിച്ചും കൂടെ പറയാം. എന്താണ് ഡ്യൂട്ടീസ്? അതായത് നമ്മളുടെ കടമകളാണ്, അല്ലേ? നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടുന്ന ചില കടമകൾ, മറ്റുള്ളവരോടുള്ള ചില ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക്. അപ്പം എല്ലാവർക്കും റൈറ്റുകളുണ്ട്, അവകാശങ്ങളുണ്ട്. അപ്പം ആ റൈറ്റ് എന്ന് പറയുന്ന ഒരിക്കലും കടമകളില്ലാതെ ഒരിക്കലും ഒരു അവകാശവും നമുക്ക് കിട്ടില്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം എന്താണ്. റൈറ്റ്സ് വിൽ ബി നോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഡ്യൂട്ടീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കടമകളില്ലാതെ ഒരിക്കലും ഒരു അവകാശവും നമുക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. We have duties corresponding to each right. ഓക്കെ, അതായത് ഓരോ അവകാശങ്ങളും നമ്മളിപ്പോൾ ഓരോ അവകാശങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തില്ലേ. സോ ഈ ഓരോ അവകാശങ്ങളോടും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, നമുക്ക് അതിനോട് കറസ്പോണ്ടിങ് ഡ്യൂട്ടീസും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, കടമകളുണ്ട് നമുക്ക് നിർവഹിക്കാനുള്ള കടമകൾ.
സോ കടമകളില്ലാതെ അവകാശങ്ങളൊന്നും എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല, നിലനിൽക്കില്ല. ഓരോ അവകാശത്തിനും അനുസൃതമായിട്ട് കടമകളും നമുക്കുണ്ട്. ഓക്കെ, അപ്പം ഈക്വൽ ആയിട്ട് ഇപ്പം നമുക്കൊരു റൈറ്റ് നമുക്കുണ്ട്, നമുക്ക് ജീവിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട് അല്ലേ, നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഡ്യൂട്ടിയും കൂടെ ഈക്വൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ റൈറ്റ്സും ഡ്യൂട്ടീസും ഈക്വൽ ആണ് രണ്ടും. അപ്പം നമ്മളുടേതായിട്ടുള്ള ചില റൈറ്റ്സും നമ്മൾ ചെയ്യേണ്ടുന്ന ചില ഡ്യൂട്ടീസുമാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. വി ഹാവ് ഫ്രീഡം അല്ലേ. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അവകാശമാണ്, മെയിൻ ആയിട്ടുള്ളൊരു അവകാശം. നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഇനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി നമുക്കുണ്ട്. അതാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പോൾ ഈ ഒരു റൈറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണത്? ഷെയറിങ് മൈ ഫ്രീഡം വിത്ത് അതേഴ്സ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം, ഫ്രീഡം, മറ്റുള്ള ആളുകൾക്കും കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ്. എനിക്ക് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയാൽ പോരല്ലോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരല്ലേ, എനിക്ക് എൻ്റെ കൂടെ ജീവിക്കുന്നവർ, അവർക്കും എന്ത് വേണം, സ്വാതന്ത്ര്യം വേണം. അപ്പോൾ അത് ഷെയർ ചെയ്യുക അവർക്കും കൂടെ, അത് എൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്നുള്ളത് എന്താണ്? നമുക്ക് കിട്ടേണ്ടുന്ന ഒരു റൈറ്റ് അല്ലേ, നമ്മുടെ ഒരു മെയിൻ അവകാശമാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്ത് ചെയ്യുക? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. ഇപ്പം എനിക്ക് എന്താണ്, ഞാനൊരു സ്ത്രീയാണ് അല്ലേ, സോ എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്നും. അപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? എൻ്റെ കുട്ടികളെ അല്ലേ, എൻ്റെ ചിൽഡ്രനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അതെൻ്റെ കടമയാണ്, അത് ഞാൻ ചെയ്യേണ്ടുന്നതാണ്. ശരിയല്ലേ? ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പാരൻസ് ആണ് എങ്കിൽ അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. റൈറ്റ്. അപ്പം ഈ ഒരു റൈറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡ്യൂട്ടി ഉണ്ട് അവിടെ. ദെൻ എഡ്യൂക്കേഷൻ. കുട്ടികളുടെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട അവകാശം എന്താണ്? എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസം അവർക്ക് കിട്ടണമെങ്കിൽ എവിടെ നിന്നാണ് കിട്ടുക? സ്കൂളുകളിൽ നിന്നാണ് വിദ്യാഭ്യാസം കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? സ്കൂളുകളിൽ പോയിട്ട് അവർ പഠിക്കുമ്പോൾ ആ സ്കൂളുകളിൽ ചില റൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ, ചില കാര്യങ്ങൾ. അപ്പോൾ ആ റൂളുകളെ അവരെന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഡിനേ ചെയ്യാണ്ട് ആ റൂളുകൾ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ അവിടെ പഠിക്കാനായിട്ട്. അപ്പോൾ അതെന്താണ്? നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് തരുന്ന ഒരു റൈറ്റാണ് എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന റൈറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റൂൾസ് നിങ്ങൾ ഒബേ ചെയ്യുക, അനുസരിക്കുക എന്നുള്ളത് that is your duty. Right. Then കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് ദി റൈറ്റ് ഓഫ് പാരൻസ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പാരൻസ് ഉണ്ട് അല്ലേ, നമ്മളുടെ മാതാപിതാക്കൾ. അപ്പോൾ ഈ നമ്മളുടെ മാതാപിതാക്കളെ അവരുടെ പ്രായമാകുന്ന അവസ്ഥ, അവർ വാർദ്ധക്യാവസ്ഥയിലൊക്കെ എത്തിക്കഴിയുമ്പം ആ ഒരു ഓൾഡ് ഏജ് ടൈമിൽ അവർക്ക് എന്ത് ചെയ്യുക, അവരെ കെയർ ചെയ്യുക എന്നുള്ളത് അവർക്ക് കിട്ടേണ്ടുന്ന ഒരു റൈറ്റാണ്. അവരുടെ ചിൽഡ്രൻസ് അല്ലെങ്കിൽ അവരുടെ ആളുകൾ എന്ത് ചെയ്യുക, അവരെ നോക്കണം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൊട്ടക്ഷൻ അവരർഹിക്കുന്ന ഒരു അവകാശമാണ്. അപ്പോൾ ആ ഒരു അവകാശം അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണത്? ടു ഗീവ് പാരൻസ് ഡ്യൂ കെയർ ഇൻ ഓൾഡ് ഏജ്. അവരുടെ പ്രായമായിട്ടുള്ള അവസ്ഥയിൽ അല്ലേ, അവർക്ക് വേറെ ആളുകളെ ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് അവരെ നോക്കുക, അവരെ പരിചരിക്കുക എന്നുള്ളത് എന്താണ്? നമ്മളുടെ ഡ്യൂട്ടിയാണ് അല്ലേ. ഇപ്പം നിങ്ങൾ വലുതായി കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുന്നത് ആരാണ്? നിങ്ങളുടെ പാരൻസാണ്. റൈറ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം തരുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തരുന്നു, നിങ്ങൾ അവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു, ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? നിങ്ങളുടെ പാരൻസാണ്. കാരണം നിങ്ങളെ നോക്കുക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പാരൻസിൻ്റെ ഡ്യൂട്ടിയാണ് അല്ലേ. ആ പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് എന്താണ്? നിങ്ങളുടെ റൈറ്റാണ്. കറക്റ്റ് അല്ലേ? ദെൻ നിങ്ങൾ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ പാരൻസിന് വയസ്സായി അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ഓൾഡ് ഏജിൽ അവർക്ക് വേണ്ടുന്ന കെയർ കിട്ടുക എന്നുള്ളത് അവരുടെ റൈറ്റാണ്. ആ റൈറ്റ് കൊടുക്കേണ്ടത് ആരാണ്? നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ വേണം അവരെ വേണ്ടുന്ന രീതിയിൽ കെയർ ചെയ്യാൻ. സോ ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പം അതാ പറഞ്ഞത്, ഓരോ റൈറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിലും ആ റൈറ്റ്സിന് പിന്നിൽ എന്തുണ്ട്? നമ്മൾ ചെയ്യേണ്ടുന്ന ചില കടമകൾ, ഡ്യൂട്ടീസും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത്. എന്താണ്? ഡെമോക്രസി എന്താണെന്ന് പറഞ്ഞു, റൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് എന്താ പറയുക, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഗ്രാഫ് കഴിച്ച് നമുക്കത് പറയാനായിട്ട് സാധിക്കും. വേറൊന്നുമില്ല, ഗവൺമെൻറ് എന്താണ്? സർക്കാർ അല്ലേ. ആ ഗവൺമെൻറ് രണ്ട് രീതിയിലാണുള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ഫോം ഓഫ് ഗവൺമെൻറ്റും ഉണ്ട്, ദെൻ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെൻറ്റും ഉണ്ട്. ഇനി ഡെമോക്രസിയിലാണ് നമുക്ക് കൂടുതലും മെറിറ്റ്സും കാര്യങ്ങളൊക്കെ വരിക. അവിടെ എന്തുണ്ട്? നമുക്ക് പല രീതിയിലുള്ള റൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പം റൈറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഡെമോക്രസിയുടെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ റൈറ്റ്സ് തന്നെ എന്താണ്? പല രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ്? നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻസ് 2 ലെവലിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ചൈൽഡ് റൈറ്റ്സ് ഉണ്ട്,
അതിലും എന്താണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 2 ലെവൽ കമ്മീഷൻസ് ഉണ്ട് നമ്മുടെ കംപ്ലയിൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ വുമൻസ് റൈറ്റിൻ്റെ കേസ് പറഞ്ഞു, അവിടെയുണ്ട് വുമൻസ് റൈറ്റ് എന്തൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. അവിടെയും 2 ലെവൽ കമ്മീഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഓൾ ദീസ് റൈറ്റ്സ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെമോക്രസിയുടെ കീഴിൽ പറഞ്ഞു. ദെൻ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുമ്പം റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്താണ് എല്ലാം പരിമിതമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. റൈറ്റ്സും നമ്മുടെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അവിടെ എന്താണ് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണമല്ല അല്ലേ. അവിടെ ഒറ്റ ഒരു ആളാണ് അവിടെ ഭരണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്, ഒരു മൊണാർക്കി പോലുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ഒരു ഒറ്റ വ്യക്തിയാണ്. അദ്ദേഹം നിയമത്തിന് അതീതനായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു. ലോയിനേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനങ്ങൾക്ക് ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും നമുക്കില്ല. റൈറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് എല്ലാം ലിമിറ്റഡ് ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്താണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ജനാധിപത്യ ഗവൺമെൻറ്, ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ഡെമോക്രാറ്റിക് ഫോമാണ്. അവിടെ അവകാശങ്ങൾ ലിമിറ്റഡ്, പരിമിതം. ഇവിടെ നമുക്ക് എല്ലാ അവകാശങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈക്വലായിട്ട് ലോ എല്ലാവർക്കും ബാധകമാണ് ഡെമോക്രാറ്റിക് ഫോമിൽ അല്ലേ, ജനാധിപത്യ ഗവൺമെൻറ്റിൽ. അവകാശങ്ങളെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു. എന്തൊക്കെയായിരുന്നു? മനുഷ്യാവകാശങ്ങൾ, ദെൻ കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു വന്നത്. റൈറ്റ്. അപ്പം പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പം നമുക്ക് എക്സാം പോയിന്റിൻ്റെ ഗൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താ പറയുക ഈ essay രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം. ഓക്കെ. ബാക്കി നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. So thank you.